പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തേത് മാത്തമാറ്റിക്സ് ട്രിക്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ. ആദ്യം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ തന്നെ നമുക്ക് നോക്കാം. 5 അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ വളരെ വേഗത്തിൽ എങ്ങനെ കണക്കാക്കാം. ഇതൊക്കെ 5 അവസാനിക്കുന്ന സംഖ്യകളാണ്. 65, 85, 25, 75 എന്നൊക്കെ പറഞ്ഞാൽ 5 അവസാനിക്കുന്ന സംഖ്യകളാണ്. അങ്ങനെ 5 അവസാനിക്കുന്ന ഇതുപോലുള്ള സംഖ്യകളുടെ വർഗം കാണുന്നതിന് അഥവാ സ്ക്വയർ കാണുന്നതിന് വളരെ എളുപ്പമുള്ളൊരു ട്രിക്ക് ഉണ്ട്. അതാദ്യം പറഞ്ഞുതരാം. ഇതിനു മുമ്പ് പറഞ്ഞ് തന്നിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതാണ്. ഈ ആദ്യത്തെ അക്കം ഏതാണ്? ഇതിലേത് 6 ആണല്ലേ. ഈ 6ൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 7 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 6ഉം അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 7 42 ആണ്. ഇനി 5 അവസാനിക്കുന്ന ഏത് സംഖ്യകളുടെയും അവസാനത്തെ 2 അക്കങ്ങൾ എന്ന് പറയുന്നത് 25 ആയിരിക്കും. 5ൻ്റെ സ്ക്വയറായ 25 ആയിരിക്കും 5 അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത്. അപ്പോൾ 42 കഴിഞ്ഞ് ഒരു 25 കൂടി ഇട്ടാൽ 65ൻ്റെ സ്ക്വയറായി. അതായത് 65 × 65 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4225 ആയിരിക്കും. ഇനി 85ൻ്റെ സ്ക്വയർ, ആദ്യത്തെ അക്കം ഏതാണ്? 8 ആണ്. 8ൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 9 ആണ്. അപ്പോൾ 8 × 9 എന്ന് പറഞ്ഞാൽ 8 72. പിന്നെ അവസാനം 25 കൂടി എഴുതി വയ്ക്കുക. 7225 എന്ന് കിട്ടുന്നു. ഇനി 25 നമുക്കൊക്കെ അറിയാവുന്നതാണ്. 25ൻ്റെ സ്ക്വയർ എത്രയാണെന്ന്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2ൻ്റെ തൊട്ടടുത്തത് 3, 23 6, അവസാനം 25, 625 ആണ്. 25 × 25 75 ആണെങ്കിലോ 7 ആണ് ആദ്യ അക്കം. 7ൻ്റെ തൊട്ടടുത്തത് 8, 7 56, 25 5625 എന്ന് കിട്ടുന്നു. ഞാൻ ഏതാനും സംഖ്യകൾ ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതാദ്യം പറഞ്ഞു തന്നേക്കാം. ഈ സംഖ്യകളിൽ 2 സംഖ്യകൾ ഇവിടെ നോക്കുകയാണ്. 43ഉം 47ഉം തമ്മിൽ ഗുണിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ അക്കങ്ങൾ ഒരേപോലെയാണ്. 10ൻ്റെ സ്ഥാനത്തെ അക്കങ്ങൾ ഒരേപോലെയാണ്. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ഏതൊക്കെയാണ്? 3ഉം 7ഉം ആണ്. 3ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ്? 10 ആണ്. അപ്പോൾ ആദ്യത്തെ അക്കങ്ങൾ ഒരുപോലെയാകുകയും രണ്ടാമത്തെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം സംഖ്യകളെ ഗുണിക്കാനും വളരെ എളുപ്പത്തിൽ കഴിയും. അത് നമ്മൾ 5 അവസാനിക്കുന്ന സംഖ്യകളെ ഗുണിച്ചതുപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യത്തെ 2 അക്കങ്ങളും ഒരുപോലെയാണ്. 4 ആണ്. 4ൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 5 ആണ് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 4ഉം 5ഉം തമ്മിൽ ഗുണിക്കുക. 4ഉം 5ഉം തമ്മിൽ ഗുണിക്കുക. 4 5 എത്രയാണ്? 20. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ അക്കങ്ങൾ തമ്മിൽ വന്ന് ഗുണിച്ചേക്കുക. 3 7 21. ഇതേപോലെ അടുത്ത കണക്ക് നോക്കാം. 84 × 86. 8 ആണ് 2ൻ്റെയും ആദ്യാക്കങ്ങൾ. 4ഉം 6ഉം കൂട്ടിയാൽ 10ഉം കിട്ടും. അപ്പോൾ 8ൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 9 ആണ്. 8 72, 6 4 24, 7224 എന്ന് കിട്ടുന്നു. 19 × 11. 1ഉം തൊട്ടടുത്ത സംഖ്യ 2ഉം തമ്മിൽ ഗുണിക്കുന്നു. 1 2 2 എന്ന് കിട്ടുന്നു. ഇനി 9 × 1 എത്ര കിട്ടുക? 9 ആണ് കിട്ടുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനത്തെ അക്കങ്ങൾ എഴുതുമ്പോൾ 2 അക്കം ഏതായാലും നമുക്ക് വേണം. വെറും 9 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാകുമോ? 29 ആണോ? 19നെ 11 കൊണ്ട് ഗുണിച്ചാൽ അല്ല. അപ്പോൾ അവിടെ എന്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 9 എന്നുള്ളതിന് പകരം 09 എന്ന് എഴുതിയേക്കുക. അപ്പോൾ എത്ര കിട്ടുന്നു? 209 എന്ന് കിട്ടുന്നു. അപ്പോൾ അവസാനത്തെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒരക്കമാണ് വരുന്നത് എങ്കിൽ എന്ത് 2 അക്കമാക്കുക. എങ്ങനെ? 0 ചേർത്തിട്ട് 2 അക്കമാക്കുക. 9 വന്നപ്പോൾ 09 എന്ന് എഴുതി. 19 × 11 എത്രയാണ്? 209 ആണ്. ഇനി 26 × 24. 2 × 3 6, 6 4 24, 624 എന്ന് കിട്ടുന്നു. 73 × 77. 7 × തൊട്ടടുത്ത സംഖ്യ 8, 7 8 56, 3 7 21, 5621 എന്ന് കിട്ടുന്നു. ഇനി ശതമാനം വളരെ വേഗത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. 250ൻ്റെ
3% എത്രയാണ്? ഇതിന് വളരെ വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇതിൻ്റെ 10% എത്രയാണ്? ഒരു സംഖ്യയുടെ 10% കാണുന്നതിന് അവസാനത്തു നിന്ന് ഒരു സ്ഥാനം മാറ്റിയും കുത്തിട്ടാൽ മതി. 25.0. അപ്പോൾ എത്ര വരും? 10% എന്ന് പറയുന്നത് എത്ര കിട്ടും? 25.0 എന്ന് പറഞ്ഞാൽ 25 ആണ്. അതുപോലെ തന്നെ 1% എന്ന് പറഞ്ഞാലോ ഈ സംഖ്യയുടെ 2 സ്ഥാനം മാറ്റിയിട്ട് കുത്തിട്ടാൽ മതി. അല്ലെങ്കിൽ 25ൻ്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക, അല്ലെങ്കിൽ 250ൻ്റെ 2 സ്ഥാനം മാറ്റിയിട്ട് കുത്തിടുക. അപ്പോൾ എത്ര കിട്ടുക? 1% എന്ന് പറയുന്നത് 2.5 ആണ് അല്ലേ? 250ൻ്റെ 1% എത്രയാണ്? 2.50 അല്ലെങ്കിൽ 2.5 ആണ്. അപ്പോൾ ഇനി 3% കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1% നമുക്ക് വളരെ പെട്ടെന്ന് കാണാം എന്നതുകൊണ്ട് അതിനെ 3 കൊണ്ട് ഗുണിക്കുക. 2.5 × 3 എത്രയാണ്? 25 × 3 എത്രയാണ്? 75 ആണ് അല്ലേ? അപ്പോൾ 2.5 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 7.5 എന്ന് കിട്ടുന്നു. 3% എന്ന് പറഞ്ഞാൽ 2.5നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്നു? 7.5. ഇതൊക്കെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 1500ൻ്റെ 4% എത്രയാണ്? 1% എത്രയാണ്? 1500ൻ്റെ 15 ആണ് അല്ലേ? 15.00 എന്ന് പറയും. അപ്പോൾ 15 ആണ് 1% എന്ന് പറഞ്ഞാൽ. അപ്പോൾ 4% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 × 4 എന്ന് കിട്ടുന്നു. 15 എത്രയാണ്? 60 ആണ്. ഇനി ഒരു സംഖ്യ 2850. ഇതിൻ്റെ 0.5% എത്രയാണ്? എന്ത് ചെയ്യാം? ഇതിൻ്റെ 1% എത്രയാണ്? 2 സ്ഥാനങ്ങൾ മാറ്റി കുത്തുമ്പോൾ എത്ര വരും? 28.50 അല്ലേ? 28.50 വരും അതിൻ്റെ 1% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 28.5 വരും അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ. അപ്പോൾ 0.5% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിൻ്റെ പകുതി. 28ൻ്റെ പകുതി എത്രയാണ്? 14. 50ൻ്റെ പകുതി എത്രയാണ്? 25. 14.25 എന്ന് വരുന്നു അതിൻ്റെ 0.5% എന്നുള്ളത്. ഇതേപോലെ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് ഒരു കണക്ക് ചെയ്യുന്നതിന് പകരം വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് സ്മാർട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.